അങ്ങനെതാ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഈ ലഗേജൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിലും നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഓട്ടപ്പാച്ചിലില്ലാത്ത ഒരു യാത്രയും എൻ്റെ ജീവിതത്തിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 7:30 ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്ന നമ്മൾ അവസാനം ഇറങ്ങിയപ്പോൾ 8 മണി കഴിഞ്ഞു കേട്ടോ. കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോണത് അല്ലേ? ഫസ്റ്റ് ആനിവേഴ്സറി ട്രിപ്പ് ഒരുപാട് പ്ലാൻ ചെയ്തിരുന്ന എനിക്ക് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണല്ലോ അവസ്ഥ എന്നും പറഞ്ഞ് ദാ കിടക്കണ് പാകിസ്ഥാൻ്റെ ഭീഷണിയും കാര്യങ്ങളും ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കലൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ദൂരേക്കൊന്നും പോകാൻ നിന്നില്ല, വയനാടേക്ക് പോയി. പിന്നെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളീ പോണത് നമ്മൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഏതോ ഒരറ്റത്തും ഈ അറ്റത്തും കിടക്കണ ഒരിക്കലും കണ്ടുമുട്ടാൻ ഒരു സാധ്യതയില്ലാത്ത 2 പേര് ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്. ചില കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംഭവിക്കണം അങ്ങനെയാണല്ലേ. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ലൈഫിൽ സംഭവിക്കുക. അത് നല്ലതാവും, ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും, സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും. എന്ത് തന്നെയായാലും നമ്മളെപ്പോഴും കേൾക്കണൊരു വാചകമല്ലേ, ദ റൈറ്റ് പേഴ്സൺ വിൽ കം ദ റൈറ്റ് ടൈം. ബൈ ദ വൈ, ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ റൈറ്റ് പേഴ്സണാണ് ഈ ഇരുന്ന് ബട്ടർ ബൺ കഴിക്കുന്ന വ്യക്തി. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രിപ്പിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഉച്ചയെത്തിയപ്പോൾ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് 1980s 1980s ഇവിടെ കാലിക്കറ്റ് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും വയനാട് പോണത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഉച്ചയെത്തിയതുകൊണ്ട് തന്നെ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ മീൽസൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോവാണ്. സുൽത്താൻ ബത്തേരിയിലായിരുന്നു നമ്മൾ റൂം എടുത്തിരുന്നത്, കാരണം മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കുറച്ചുകൂടെ ഈസി അവിടെ നിന്നായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ട്രെക്കിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ജസ്റ്റ് സ്ഥലങ്ങളൊന്ന് കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ആനയൂട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനൊരു 4:30 ഒരു 5 o'clock ഒക്കെ ആവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ നമ്മൾ അതുവരെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 5 മണിയായപ്പോൾ നമ്മളെയും കൊണ്ട് അവർ പോവാണ് കേട്ടോ, ആനയൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ വെച്ചാണ് നടക്കുക, ഫോറസ്റ്റിലേക്കുള്ള എൻട്രിയുടെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് വരണവർക്ക് ഇരിക്കാനുള്ളൊരു സീറ്റിംഗ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആനകളെ നിർത്തിയിട്ട് അവിടെയാണ് കൊടുക്കുക. അപ്പോൾ പോയിട്ടുള്ള ആനകളൊക്കെ ഓരോരുത്തരെ കേട്ട് തിരിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആനകളെ പിടിച്ചുകൊണ്ടുവന്ന് മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ്. കുങ്കിയാനകളായിട്ടും ഇവരെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആനയൂട്ടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നു, ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ റെഡി ആയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മൾ എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വേറൊരു ഷോർട്ട് വീഡിയോ ഞാനിടാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അബാദ് റിസോർട്ടായിരുന്നു, വയനാട് തന്നെയുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.